കുറച്ച് മാസങ്ങളായിട്ട് ഇൻസ്റ്റയിൽ ഫിലോസഫിയും സയൻസൊക്കെ പറഞ്ഞ് ഇസ്ലാമിൻ്റെ ഭയങ്കര സംഭവമൊക്കെ പറഞ്ഞൊരു മനുഷ്യൻ ഭയങ്കര വൈറലായിരുന്നു. അണ്ടിയോടെ എടുക്കുമ്പോഴല്ലോ മാങ്ങനെ പുളി അറിയാം. അപ്പോൾ കാര്യത്തിലേക്ക് അടുത്തപ്പോഴാണ് മൂപ്പര് ആരാണെന്ന് വ്യക്തമായത്. ഭയങ്കര സംഭവമായിട്ട് മൂപ്പരെ പറഞ്ഞൊരു വീഡിയോ നമുക്കൊന്ന് അതേ കണ്ടുവെക്കാം. ഇതൊരു കോൺട്രവേഴ്സി ടൈം പീരീഡ് ആണല്ലോ. മൗലിദ് പറ്റുമോ നബിദിനം പറ്റുമോ എന്നുള്ളതൊക്കെയുള്ള പ്രശ്നത്തിലാണ് മനുഷ്യന്മാരുള്ളത്. അങ്ങനത്തെ കോൺട്രവേഴ്സി ഇഷ്യൂ ഒന്നല്ലത്. ഇത് ആൾക്കാർക്കൊക്കെ മനസ്സിലായി. നബിദിനം എന്നുള്ളത് റസൂൽ പഠിപ്പിക്കാത്തതാണ്, സഹാബി പഠിപ്പിക്കാത്തതാണ്, താബിയങ്ങൾ ചെയ്യാത്തതാണെന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി. കുറച്ച് മൊയ്ലിയന്മാർ മാത്രം ഇതിനെ വെറുതെ കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടി നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ടൈം പീരീഡ് ഇവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആയിക്കോട്ടെ, ബാക്കി പറയും. എനിക്ക് ഇങ്ങനത്തെ കോൺട്രവേഴ്സിയിൽ തലയിടാൻ പൊതുവെ പേഴ്സണലി താല്പര്യമില്ലെങ്കിൽ മിണ്ടാണ്ടെന്നോളൂ. കോൺട്രവേഴ്സ്യൽ വിഷയങ്ങളിൽ തലയിടാൻ താല്പര്യമില്ലെങ്കിൽ നിനക്ക് പറ്റിയ പണിയും കൊണ്ട് നിങ്ങൾ പോകാൻ എന്നുള്ളത് ചെയ്യണം. അതല്ലാതെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിട്ടിട്ട് ഒന്നും അറിയാത്ത കാര്യം കുറിച്ച് പറയാൻ നിൽക്കുന്നതിനാ. എന്നാലും കുറെ ആൾക്കാർ കണ്ടിന്യൂസ്ലി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആയിക്കോട്ടെ, മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഇതിനെക്കുറിച്ച് താത്വികമായ ഒരു അവലോകനം നടത്താൻ പോവാണ്. ആയിക്കോട്ടെ, പറയട്ടെ. ഈ സ്നേഹം, പ്രണയം എന്നൊക്കെ ഉള്ളത് ആത്മാർത്ഥവും വ്യക്തിപരവുമാണ്. മുത്തുനബിയോടുള്ള സ്നേഹം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട വികാരമാണ്. അത് വെറും വാഗ്വാദങ്ങൾക്കോ സോഷ്യൽ മീഡിയ റീൽസുകൾക്കോ അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സിക്കോ ഉള്ള കണ്ടന്റ് അല്ല. ഇത്രയും പറഞ്ഞത് 100% ശരിയാണ്. റസൂലിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ വെറുതെ വിവാദങ്ങൾക്ക് വഴിയുണ്ടാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടലോ ചെയ്യേണ്ട സംഗതിയല്ല. റബീഉൽ അവ്വലിന്റെ പേര് പറഞ്ഞിട്ട് മാർച്ച് പാസ്റ്റ് നടത്തുക, റീൽസ് ഉണ്ടാക്കി ഇറക്കുക, നല്ല മ്യൂസിക്കിൽ പാട്ട്, അങ്ങാടിയിൽ കയറി നിരങ്ങുക, റോഡ് മൊത്തം ലൈറ്റ് വെച്ചിട്ട് കിലോമീറ്റർ ദൂരത്തേക്ക് വർണ്ണ ലൈറ്റുകളൊക്കെ വെച്ചുകൊണ്ട് അലങ്കരിക്കുക, പള്ളി മൊത്തം മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ സംഗതികൾ ചെയ്തിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടൽ കാണിച്ചിട്ട് പ്രകടമാക്കേണ്ടതല്ല റസൂലുള്ള സ്നേഹം. അത് മനസ്സിന്റെ ഉള്ളിലുണ്ടാകുന്ന വികാരമാണ്. ആ വികാരം ഫുൾ ടൈം 24/7 ഒരു മനുഷ്യന് ഉണ്ടാകേണ്ട കാര്യമാണ്. ആയിക്കോട്ടെ, ബാക്കി പറയട്ടെ. മൗലിദ് ചൊല്ലേണ്ടവർക്ക് മഹബത്ത് എന്ന നിയത്തിൽ ധൈര്യമായിട്ട് ചൊല്ലാം. അത് പറ്റൂല എന്ന് തോന്നുന്ന ആൾക്കാർ ചൊല്ലാൻ വേണ്ട. അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല മോനെ. ഇഷ്ടമുള്ളവർക്ക് ചൊല്ല, ഇഷ്ടമില്ലാത്തവർ ചൊല്ലാണ്ടിരിക്കുക. അത് ഏത് ഇസ്ലാമാ? ഈ കോൺട്രവേഴ്സറി വിഷയത്തിൽ തലയിടാൻ താല്പര്യമില്ലെങ്കിൽ മിണ്ടാണ്ടിക്കാന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ. അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിക്കണം. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം തലയിട്ട് ഇടങ്ങാറാൻ നിൽക്കരുത്. അങ്ങനെ ഇസ്ലാമിൽ ഒരു കാര്യം വേണ്ടവർക്ക് ചെയ്യുക, വേണ്ടാത്തവർക്ക് ചെയ്യാന്നുള്ള സംഗതി ഇസ്ലാമിലില്ല. റസൂൽ ഒരു കാര്യം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും ചെയ്യണം. റസൂലിന്റെ കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരും ചെയ്യാൻ പാടില്ല. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതെന്താ സൂപ്പർ മാർക്കറ്റോ? കയറിയിട്ട് ആവശ്യമുള്ള സാധനം എടുക്കുക, അല്ലാത്ത വെക്കുക, ഇഷ്ടമുള്ള മാത്രം. അങ്ങനെ ഇസ്ലാം ഒരു സൂപ്പർ മാർക്കറ്റ് അല്ല. ഇസ്ലാം ഒരു തത്വസംഹിതയാണ്. റസൂൽ പറഞ്ഞ കാര്യം ചെയ്യുക, വിരോധിച്ച കാര്യം ഒഴിവാക്കുക. അതല്ലാതെ ഇഷ്ടമുള്ളവർ ചെയ്തോട്ടെ, ഇഷ്ടമില്ലാത്തവർ ചെയ്യാണ്ടിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ വെറുതെ തലയാണ് നിൽക്കുന്നത് എന്ന് പറയേണ്ട കാര്യമില്ല ഇത്. ശരി, ബാക്കി പറ. മഹബത്തിനായിട്ടും മറ്റു നന്മയുടെ മാർഗങ്ങൾ സ്വീകരിക്കുക. നമ്മളൊക്കെ തർക്കിക്കുന്നത് അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യുന്നത് ചില ടെർമിനോളജി വെച്ചിട്ടാണ്. ഇപ്പൊ മൗലിദ്, നബിദിനം എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ ഒരു പുതിയ ആചാരമാണ് എന്നുള്ള തോട്ടിലേക്ക് നമ്മൾ പോവാണ്. അത് പോകുന്നൊന്നുമില്ല, അതങ്ങനെ തന്നെയാണ്. പണ്ടേ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ റസൂലിന്റെ ഒരു ഹദീസിലോ അല്ലെങ്കിൽ ആയത്തിലോ ഒക്കെ വേണമല്ലോ. പിൽക്കാലത്ത് ഉണ്ടായ ഒരു സംഗതി ആകുമ്പോൾ പുതിയ ടെർമിനോളജി ചർച്ചയ്ക്ക് വരും. അത് ഉറപ്പല്ലേ? അങ്ങനത്തെ ഒരു ടെർമിനോളജി ചർച്ചയ്ക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? വെറുതെ ഈ ഒരു മൗലിദ് എന്ന് പേരിട്ടാൽ അത് പറ്റൂല അല്ലെങ്കിൽ പറ്റും എന്നൊന്നുമല്ല. റസൂല് കാണിക്കാത്തൊരു കാര്യം ഒരാൾ ചെയ്താൽ കൊണ്ടുവന്നാൽ അത് ചെയ്യാൻ പാടില്ല എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. എന്താ? എന്റെ ഈ ദീനിൽ ഞാൻ കൊണ്ടുവരാത്തൊരു കാര്യം ഒരാൾ ചെയ്താൽ തള്ളിക്കളയണം. ഇത് ടെർമിനോളജിന്റെ കാര്യം പറഞ്ഞിട്ട് ചെയ്യേണ്ട സംഗതിയൊന്നുമല്ല. ഇനി തെളിവ് പറയട്ടെ. ശരിക്കും അതിലെന്താ നടക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹപ്രകടനാണ്. എക്സ്പ്രഷൻ ഓഫ് ലവ്. ആയിക്കോട്ടെ, അതിന്റെ പേരിലാണ് ഈ കാട്ടിക്കൂട്ടുന്ന എല്ലാ തോന്നിവാസങ്ങളും. അതോ റോഡ് ബ്ലോക്ക് ഇടത് എക്സ്പ്രഷൻ ഓഫ് ലവ് ആണ്. വലിയ ശബ്ദത്തിൽ പാട്ടുകൾ വെച്ച് DJ മ്യൂസിക് ഇട്ട് ഒച്ചുണ്ടാക്കുന്നത് എക്സ്പ്രഷൻ ഓഫ് ലവ് ആണ്. ആണും പെണ്ണും ഒക്കെ മിക്സ് ആയിട്ട് നടക്കുന്നത് എക്സ്പ്രഷൻ ഓഫ് ലവ് ആണ്. മാർച്ച് പാസ്റ്റ് നടത്തിയിട്ട് പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഡ്രസ് ഇട്ടിട്ട് ലെഫ്റ്റ് റൈറ്റ് പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് ലവ് ആണ്. ഈ എക്സ്പ്രഷൻ ഓഫ് ലവ് ആരെ പഠിപ്പിച്ചത്? റസൂലിനോടുള്ള മഹബത്ത് ഏത് സഹാബിയാണ് മാർച്ച് പാസ്റ്റ് നേതൃത്വം കൊടുത്തത്? ഏത് സഹാബിയാണ് ഇപ്പറഞ്ഞ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്തത്? എക്സ്പ്രഷൻ ഓഫ് ലവ് എന്ന് പേര് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ എന്തും ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന് തെളിവാവില്ല. ശരി, നെക്സ്റ്റ് സെക്കൻഡ് പറയട്ടെ. രണ്ടാമത്തെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങളും അവിടുത്തെ ഗുണങ്ങളും വിശേഷണങ്ങളൊക്കെ ഓർമ്മിക്കലും ഓർമ്മിപ്പിക്കലുമാണ് ഹിസ്റ്റോറിക്കൽ റിഫ്ലക്ഷൻ. ശരിയാണ്. റബീഉൽ അവ്വൽ വരുമ്പോൾ മാത്രമുള്ളതാണ് ഈ ഹിസ്റ്റോറിക്കൽ റിഫ്ലക്ഷൻ. അള്ളാഹു റസൂലിന്റെ ഹിസ്റ്ററി പറയാൻ നിങ്ങൾക്ക് ആകെ റബീഉൽ അവ്വൽ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പറയുന്നത് ഒരു റബീഉൽ അവ്വൽ മാത്രം പറഞ്ഞു നിർത്തേണ്ട സാധനമല്ല ഹിസ്റ്റോറിക്കൽ റിഫ്ലക്ഷൻ. അത് എല്ലാ മാസവും പറയാം. അതിന് പ്രത്യേക സമയം നിശ്ചയിക്കുമ്പോഴാണ് പ്രശ്നം. റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് ഒരു ഹിസ്റ്റോറിക്കൽ റിഫ്ലക്ഷൻ മാത്രം നടത്തുക, ബാക്കിയുള്ള സമയത്ത് എന്ത് തോന്നിയാസവും ചെയ്യുക എന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ. ശരി, മൂന്നാമത്തെ പറയട്ടെ.
മൂന്നാമത്തത് പാവപ്പെട്ടവർക്കും അല്ലാത്തവർക്കും മഹബത്ത് കൊണ്ടും സന്തോഷം കൊണ്ടും ഭക്ഷണം കൊടുക്കലാണ് ചാരിറ്റി. ചാരിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം, അതിൽ യാതൊരു സംശയമില്ല. അത് റബീഉൽ അവ്വൽ മാസത്തിന് മാത്രമേ ചാരിറ്റി പറ്റൂ എന്നാണ് പറഞ്ഞത്. ഇതിന്റെ പേരിൽ ചാരിറ്റി ചെയ്യുമ്പോൾ അത് പ്രത്യേക ലക്ഷ്യമാണ്. ചാരിറ്റി ചെയ്തു കൊള്ളുക, അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പിന്നെ പൈസ കൊടുക്കുക എന്നല്ലല്ലോ പറയുന്നത്. അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്ത് കൊണ്ട് നബിദിനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇന്നത് കൊടുത്താൽ എനിക്ക് ഇത്ര കൂലിയുണ്ട്. അതിനാലെ ഹസൻ ബസ്രി അങ്ങനെ ചെയ്തു, അബൂബക്കർ ഇങ്ങനെ ചെയ്തു, ഉമർ അങ്ങനെ ചെയ്തു, അവരെ കൈന് വേണ്ടി കൊടുത്തു. ഇതൊക്കെ എന്തിനാ പറയണത്? റബീഉൽ അവ്വലിന്റെ അതുമായി ബന്ധപ്പെട്ട് ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത്. അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ റസൂൽ പഠിപ്പിച്ച പാവങ്ങളെ പരിഗണിക്കലും അയൽവാസിക്ക് കൊടുക്കലും അനാഥരെ സംരക്ഷിക്കലും അതൊക്കെയല്ലേ പറയേണ്ടത്. അതൊന്നും പറയാതെ റബീഉൽ അവ്വൽ സമയത്ത് മാത്രം ഭക്ഷണം കൊടുക്കുന്ന ഹദീസ് പറഞ്ഞിട്ട് ചാരിറ്റിയിലേക്ക് കൂട്ടിക്കെട്ടിയിട്ട് വെളുപ്പിക്കാൻ നോക്കണ്ട. നാലാമത്തത് സ്വലാത്ത് ചൊല്ലലും ഇസ്ലാമികമായിട്ടുള്ള കണ്ടന്റ്സുകൾ ഷെയർ ചെയ്യലുമാണ്. ഇതിലെവിടെയാണ് ഷിർക്കും ഹറാമും വരുന്നത്? അത് അറിയില്ലെങ്കിൽ ചോദിക്കുക. അതാണ് പറഞ്ഞത്. അറിയാത്ത കാര്യത്തിൽ കോൺട്രവേഴ്സറിയിൽ നീ തലയിടില്ലെങ്കിൽ അതിന് തലയിടാണ്ട് മിണ്ടാണ്ട് നിന്നാ മതി. ഇതിലേടെ ഷിർക്കുള്ളതാണ്. ഈ മൗലിദിന്റെ ഭാഗമായി ചൊല്ലുന്ന എത്രയെത്ര പിന്നെ മൗലിദിന്റെ വരികളാണ് ഷിർക്കുള്ളത്. ഇർതകബതു അലൽ ഖത ഗൈറ ഹസരിൻ വഅദദ് ലാ കഅശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എത്ര കുറ്റം ഞാൻ ചെയ്തു. തെറ്റിന്റെ വണ്ടിയിൽ ഞാൻ ഇങ്ങനെ കയറി ഇരുന്നിട്ടാണ് റസൂലെ, നിങ്ങളോടല്ലാണ്ട് വേറെ ആരോട് എനിക്ക് എന്റെ ഈ ഒരു ആവലാതി പറയാനില്ല റസൂലെ എന്ന് അള്ളാന്റെ റസൂലോട് നേരിട്ട് ചൊല്ലുന്ന വരികൾ മൗലിദിന്റെ കിതാബിലുണ്ട്. അബ്ദുക്കൽ മിസ്കീന യർജു ഫദ്ലക്കൽ ജമ്മൽ ഗതീറു ഫീക ഖദ് അഹ്സൻതു ദന്നി യാ ബശീറു യാ നദീർ. റസൂൽ നിങ്ങൾ അടിമ, അബ്ദുക്ക റസൂൽ നിങ്ങൾ, നമ്മൾ അബ്ദുള്ള എന്ന റസൂലെ തന്നെ പറയില്ലേ. അള്ളാന്റെ അടിമയായിട്ട് നിൽക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് പറയുന്ന റസൂലെ, താങ്കളുടെ അടിമ ഇതാ ഞങ്ങള് താങ്കളോട് വന്ന് പറയാണ്. അതുകൊണ്ട് നിങ്ങളോടല്ലാണ്ട് വേറെ ആരോടും നമ്മുടെ പ്രയാസങ്ങൾ പറയാനില്ല. സന്തോഷ വാർത്ത അറിയിക്കുന്ന റസൂലെ, താങ്കളോടല്ലാതെ എനിക്കെന്റെ പിന്നെ പ്രയാസങ്ങൾ പറയാനില്ല അള്ളാൻ റസൂലോട്. ഇത് ശിർക്കല്ലേ? അള്ളാനോട് മാത്രം പറയേണ്ട കാര്യം പറഞ്ഞാൽ ഇത് എവിടെയാണ് ഇല്ലാത്തത് അഥവാ അറിയില്ലെങ്കിൽ മിണ്ടാണ്ട് നിന്നാ മതി. അറിയാത്ത കാര്യത്തെ കുറിച്ച് വെറുതെ തലയിട്ട് ഇടങ്ങാറാക്കണ്ടല്ലോ. നാളെ നരകത്താണ് ഞങ്ങളെ കൈപിടിച്ച് രക്ഷിക്കുന്ന റസൂലെ, ആ റസൂലിന്റെ പേര് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊള്ളൂ എന്ന് റസൂലിനെ കുറിച്ച് പറയുന്നു. എത്ര ഗുരുതരമായിട്ടാണ് ഇത്തരം വരികളൊക്കെ ഉള്ളത്. എന്നിട്ട് ഇതിൽ എവിടെയാണ് ശിർക്ക്, എവിടെയാണ് പിന്നെ പ്രയാസമുള്ളത് എന്നാണ്. അതാണ് അറിയാത്ത വിഷയത്തെ കുറിച്ചിട്ട് പറയാതിരിക്കുക എന്നുള്ളത് ഒരു വ്യക്തി ചെയ്യേണ്ട സാമാന്യ മര്യാദയായിട്ടാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, തനിക്ക് അറിയാത്ത ഒരു കാര്യം അല്ലെങ്കിൽ തനിക്ക് ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് നിലപാടില്ല എന്നുണ്ടെങ്കിൽ അറിയാത്ത അത്തരം കാര്യങ്ങളിൽ കയറിയിട്ട് ഇടപെടുന്ന സംഗതിക്കാണ് പിന്നെ ഇംഗ്ലീഷിൽ അൾട്രാ ക്രിപ്പിഡേറിയനിസം എന്ന് പറയുന്നത്. അഥവാ ഒരു വിഷയത്തിൽ വലിയ തിരിച്ചറിയുന്നുണ്ട്, ധാരണ ഉണ്ടാവില്ല, വെറുതെ കയറി അഭിപ്രായം പറയാം. ആ അഭിപ്രായം പറയുന്ന രീതിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന ടെർമിനോളജി പിന്നെ ഈ പറയപ്പെട്ട അൾട്രാ ക്രിപ്പിഡേറിയനിസം എന്നാണ്. അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാലേ വിവരക്കേട് എന്നാണ് പറയാം. ആ വിവരക്കേട് ഉണ്ടെങ്കിൽ മുണ്ടാണ്ടെന്നാൽ മതി. പിന്നെ ഈ മനുഷ്യനെ കേട്ടിട്ട് ഇതാണ് തെളിവ് എന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന ആൾക്കാർ നിങ്ങൾ ലോജിക്കൽ ഫാലസിയിലുള്ളത്. അഥവാ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി വ്യക്തമായി ധാരണയില്ല, ഇന്ന ആള് പറഞ്ഞുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു, ഓൻ വെറുതെ ഒന്നും പറയൂല എന്നൊക്കെ വിചാരിച്ചടക്കുന്ന സാധാരണക്കാരോട് അത്തരം ലോജിക്കൽ ഫാലസിയിൽ ഉൾപ്പെടാതെ വിഷയം കൃത്യമായിക്കൊണ്ട് പ്രമാണം അനുസരിച്ചുകൊണ്ട് തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകുക. ഇത് ദീനാണ്. അള്ളാന്റെ ദീന് ഇങ്ങനെ ഏതെങ്കിലും വ്യക്തിക്ക് കളിക്കാനും തോന്നി പോലെ ഇടപെടുന്ന സംഗതിയല്ല. അതുകൊണ്ട് അൻസുനോട് ഒന്നും കൂടി പറയണം, നീ ഫസ്റ്റ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇത്തരം കോൺട്രവേഴ്സറി വിഷയങ്ങളിൽ തലയിടാൻ താല്പര്യമില്ല. അത് താല്പര്യമില്ലെങ്കിൽ തലയിടാണ്ട് നിന്നെ കൊണ്ട് പറ്റുന്ന പണിയെടുത്തിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ ആൾക്കാർ സ്വീകരിച്ചോളും. അതുകൊണ്ട് ദീനിന് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. വെറുതെ അള്ളാന്റെ ദീനിൽ കൂട്ടിച്ചേർത്ത വിഷയങ്ങൾക്ക് തെളിവുണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് അഭിപ്രായ പ്രകടനം നടത്തിയിട്ട് വലിയ ആളാകാൻ വേണ്ടി ശ്രമിക്കരുത് എന്നാണ് സ്നേഹപുരസരം ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നബിദിനം എന്ന ഒരു കാര്യം അള്ളാൻ റസൂൽ ചെയ്തിട്ടില്ലാത്ത, സ്വഹാബികൾ ചെയ്തിട്ടില്ലാത്ത, താരികൾ ചെയ്തിട്ടില്ലാത്ത, തബത്താബികൾ ചെയ്തിട്ടില്ലാത്ത, ഹിജറ 300 കഴിഞ്ഞിട്ട് ഫാത്തിമിയാക്കൾ ഷിയാക്കൾ കൊണ്ടുവന്ന, ഹിജറ 600 ശേഷം മുളഫർ രാജാവ് ഏറ്റെടുത്ത, അതിനുശേഷം സൂഫികൾ കൊണ്ടാടിയ ഈ പുത്തനാചാരം അത് ഒഴിവാക്കലാണ് ഒരു മുസ്ലിമിനെ നല്ലത്. അതുകൊണ്ട് ഇല്ലാത്ത തെളിവില്ലാത്തത് കൊണ്ടുള്ള 3-4 ന്യായങ്ങൾ പറഞ്ഞത് ഇത് പറ്റണ വിഷയമാണ് ഒരു ആയത്തോ ഹദീസോ പറഞ്ഞ പോരെ. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, താല്പര്യമുള്ള വിഷയത്തിൽ സംസാരിച്ച് മുന്നോട്ട് പോവുക. വെറുതെ നിലപാട് പറഞ്ഞിട്ട് ആൾക്കാർ സ്വന്തം പല്ല് തോണ്ടി പിന്നെ മണപ്പിക്കണ പരിപാടി ഇന്നത്തോട് നിർത്താതെ മാത്രം സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.